വർഷം 1878. ഇംഗ്ലണ്ടിൽ ഒരു ഫുട്ബോൾ റെവല്യൂഷൻ ഉണ്ടാവുന്ന സമയം. ഓരോ ഏരിയയിലെ ട്രേഡ് യൂണിയൻസും അസോസിയേഷൻസും പിന്നെ വർക്കേഴ്സും അവരുടെ സ്വന്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്സ് ഉണ്ടാക്കി തുടങ്ങി. ഷെഫീൽഡ് ഫുട്ബോൾ ക്ലബ്, കാംബ്രിഡ്ജ് ഫുട്ബോൾ ക്ലബ്, നോട്ട്സ് കൗണ്ടി. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ വടക്കേ ഭാഗത്തുള്ള ന്യൂട്ടൺ എന്ന ഏരിയയിലെ റെയിൽവേ വർക്കേഴ്സും അവർക്കും സ്വന്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ് വേണമെന്ന് ഡിസൈഡ് ചെയ്തു. ആൻഡ് 1878 അവരെ ഉണ്ടാക്കിയ ആ ഫുട്ബോൾ ക്ലബിന്റെ പേരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ ഫുൾ ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് കുറെ ഭാഗങ്ങളുണ്ട്. ബർത്ത്, അത് കഴിഞ്ഞ് റൈസ്, ട്രാജഡി, കംബാക്ക്, ഫെയിലിയർ, ഗ്ലോറി, ആൻഡ് ഇപ്പോ വേൾഡ് ഫുട്ബോളില് സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് അറിയാത്ത കൺഫ്യൂഷനും. ഇതാണ് ദ ഇന്റയർ ഹിസ്റ്ററി ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്. ആൻഡ് ഇത് വാച്ച് ചെയ്യേണ്ടപ്പം സബ്സ്ക്രൈബ്. ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലണ്ടിലെ മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്സിലെ ഒന്നാണ്. 20 ലീഗ് ടൈറ്റിൽസ്, 13 FA കപ്പ്, 6 ലീഗ് കപ്പ്, 3 ചാമ്പ്യൻസ് ലീഗ്, പിന്നെ യൂറോപ്പ ലീഗ്, കപ്പ് വിന്നേഴ്സ് കപ്പ് ആൻഡ് ഫിഫ ക്ലബ് വേൾഡ് കപ്പും. പക്ഷെ ഇതൊക്കെ നമുക്ക് സീറോ ആക്കി വെച്ചിട്ട് നേരെ 1878 പോവാം. 1878 ഫോം ചെയ്ത ന്യൂട്ടൺ ഹീറ്റ് വേറെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ടീംസ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് 2 വർഷം കഴിഞ്ഞപ്പോ ന്യൂട്ടൺ ഹീറ്റ് അവരുടെ ഏറ്റവും ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് മാച്ച് കളിച്ചു വേഴ്സസ് ബോൾട്ടൺ വാണ്ടറേഴ്സ്. ക്ലബ്ബ് ഫോം ചെയ്ത് 14 വർഷം കഴിഞ്ഞപ്പോ ന്യൂട്ടൺ ഹീറ്റിന് ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ വരെ എത്താൻ പറ്റി. 1900s സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോ ന്യൂട്ടൺ ഹീറ്റിന് ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ ഒരു വഴിയും ഇല്ലാണ്ടായപ്പോ ആ സമയത്തുള്ള ക്ലബിന്റെ ക്യാപ്റ്റൻ ഹാരി സ്ട്രാഫോർഡ് ആ ഏരിയയിലെ ഓരോരോ ബിസിനസ്മെനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഹാരി സ്ട്രാഫോർഡിന്റെ ഈ എഫേർട്ട് കാരണം 4 ബിസിനസ് ഓണേഴ്സ് ക്ലബിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് കാരണം ക്ലബിന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലോ ക്ലബിനെ ഫുള്ളായിട്ട് റീബ്രാൻഡ് ചെയ്തു. 1902 24 ഏപ്രിൽ ഈ ക്ലബിന്റെ ന്യൂട്ടൺ ഹീറ്റ് എന്നുള്ള പേര് മാറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാക്കി. ഏണസ്റ്റ് മാഗ്നലിനെയാണ് ഈ ക്ലബിന്റെ മാനേജറായിട്ട് ഇവർ അപ്പോയിന്റ് ചെയ്തത്. ഏണസ്റ്റ് മാഗ്നലിന്റെ അടിയിൽ 1908 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ ജയിച്ചു. ആൻഡ് ഇത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ രണ്ടാമത്തെ ലീഗ് ടൈറ്റിലും ജയിച്ചു. ആദ്യത്തെ 10 വർഷത്തെ ഈ സക്സസ് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്തില്ല. ഈ ടൈം ഫ്രെയിമില് യുണൈറ്റഡിന്റെ ട്രോഫീസിനെക്കാട്ടും കൂടുതൽ റെലഗേഷൻസ് ആയിരുന്നു. അങ്ങനെ 1945 വേൾഡ് വാർ 2 കഴിഞ്ഞ് ഫുട്ബോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പുതിയ മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു, മാറ്റ് ബസ്ബി. 1952 മാറ്റ് ബസ്ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് തന്റെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും 1956 57 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ആയി. 1958 ഫെബ്രുവരി 6 സെർബിയൻ ചാമ്പ്യൻസ് ആയ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ച് സെർബിയന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇവര് ട്രാവൽ ചെയ്ത പ്ലെയിൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സ്റ്റോപ്പ് ചെയ്തു ഫ്യൂവൽ റീഫിൽ ചെയ്യാനായിട്ട്. മ്യൂണിക്കിലെ അപ്പോഴത്തെ വെതർ കണ്ടീഷനും റൺവേയിലെ മഞ്ഞൊക്കെ കാരണം 2 പ്രാവശ്യം ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്തു. പക്ഷെ ടൈം ഷെഡ്യൂൾ ഡിലേ ആവണെ കണ്ടപ്പോ ആ പ്ലെയിന്റെ ക്യാപ്റ്റനും പൈലറ്റ്സും ഒന്നും കൂടെ ടേക്ക് ഓഫിന് ട്രൈ ചെയ്തു. ആൻഡ് അപ്പോഴാണ് ട്രാജഡി സംഭവിച്ചത്. റൺവേയിലുണ്ടായിരുന്ന മഞ്ഞ് കാരണം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പ്ലെയിന്റെ കൺട്രോൾ തെറ്റി റൺവേന്ന് മാറി ആ പ്ലെയിൻ ക്രാഷ് ചെയ്തു. ഈ ക്രാഷ് കാരണം പ്ലെയിനിലുണ്ടായിരുന്ന 44 പേരില് 23 പേര് മരിച്ചു. മാനേജറായ മാറ്റ് ബസ്ബി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിലായതുകൊണ്ട് അസിസ്റ്റന്റ് മാനേജറായ ജിമ്മി മർഫിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബാക്കിയുള്ള സീസൺ മാനേജ് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് മാറ്റ് ബസ്ബിക്ക് ആകെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെയും യൂറോപ്യൻ ഫുട്ബോളിന്റെയും നമ്പർ 1 ക്ലബ് ആക്കുമെന്ന്. ഞാൻ ഈ പ്ലെയിൻ ക്രാഷില് ഹോസ്പിറ്റലൈസ്ഡ് ആയത് മാറ്റ് ബസ്ബി മാത്രമായിരുന്നില്ല, വേറെ 20 വയസ്സായ ഒരു യങ്സ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ആ യങ്സ്റ്റർ ആയിരുന്നു ബോബി ചാൾട്ടൺ. ആൻഡ് ഈ ബോബി ചാൾട്ടനെ വെച്ചാണ് മാറ്റ് ബസ്ബി പിന്നെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. 1962 മാറ്റ് ബസ്ബി സ്ട്രൈക്കറായ ഡെന്നിസ് ലോയിനെ സൈൻ ചെയ്തു. 1963 വിംഗറായ ജോർജ് ബെസ്റ്റിനെ. ഇവര് 3 പേരുടെ കെമിസ്ട്രിയും പെർഫോമൻസും എങ്ങനെയായിരിക്കും എന്നായിരുന്നു മെയിൻ ക്വസ്റ്റ്യൻ. ഓൾഡ് ട്രാഫോർഡിന്റെ പുറത്ത് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്യു ഉണ്ടാവും. ആ സ്റ്റാച്യൂവിലുള്ള 3 പ്ലെയേഴ്സ് ബോബി ചാൾട്ടനും ഡെന്നിസ് ലോയും ജോർജ് ബെസ്റ്റുമാണ്. മാറ്റ് ബസ്ബി ഈ ടീമിനെ വെച്ച് 1963 FA കപ്പ് ജയിച്ചു. 1965 67 ലീഗ് ടൈറ്റിൽ ജയിച്ചു. ആൻഡ് 1968 ചാമ്പ്യൻസ് ലീഗും. അങ്ങനെ തന്റെ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി സർ മാറ്റ് ബസ്ബി 1969
മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തു. നൗ 1945 തൊട്ട് 1969 വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആകെ ഒറ്റ മാനേജർ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1969 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽഫ് മക്കിന്നസിനെ അപ്പോയിന്റ് ചെയ്തു. 1971 ആയപ്പോഴോ ഫ്രാങ്ക് ഓ ഫാറൽ, 1972 ആയപ്പോ ഇത് ടോബി ഡൊക്കേർട്ടിയായി. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് 1974 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെലഗേറ്റഡ് ആയി. റൈവൽസ് ആയ ലിവർപൂൾ ആയിരുന്നു ഈ സമയത്ത് ചാമ്പ്യൻസ് ലീഗും ലീഗ് ടൈറ്റിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത്. 1982 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോൺ ആറ്റ്കിൻസൺ എന്ന മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു. ആറ്റ്കിൻസന്റെ അടിയിൽ യുണൈറ്റഡ് 83-ലെയും 85-ലെയും FA കപ്പ് വിന്നേഴ്സ് ആയി. 1986 സീസണിലെ മോശം സ്റ്റാർട്ട് കാരണം ആറ്റ്കിൻസനെ നവംബർ ആയപ്പോ യുണൈറ്റഡ് സാക്ക് ചെയ്തു. പുതിയ മാനേജർ ആരായിരിക്കും എന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുണൈറ്റഡ് ഒരു സ്കോട്ടിഷ് മാനേജറിനെ കുറിച്ച് കേൾക്കുന്നത്. സ്കോട്ടിഷ് ഫുട്ബോളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആകെ രണ്ട് ക്ലബ്സ് മാത്രമാണ് സ്കോട്ടിഷ് ലീഗ് ജയിക്കാറ്, സെൽറ്റിക്കും റേഞ്ചേഴ്സും. പക്ഷെ ഈ മാനേജർ സെൽറ്റിക്കിന്റെയും റേഞ്ചേഴ്സിന്റെയും ഡോമിനൻസ് ബ്രേക്ക് ചെയ്ത് അബർഡീനെ വെച്ച് 3 പ്രാവശ്യം സ്കോട്ടിഷ് ചാമ്പ്യൻസ് ആയി. യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പും ജയിച്ചു. ഈ കപ്പ് ജയിക്കാൻ അബർഡീൻ ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ നോക്കൌട്ട് ചെയ്തു. ആൻഡ് ഫൈനലിൽ അബർഡീൻ തോൽപ്പിച്ച ടീമോ റയൽ മഡ്രിഡ്. റയൽ ഏറ്റവും അവസാനമായി തോറ്റ യൂറോപ്യൻ ഫൈനല് ഇതായിരുന്നു. ഇതൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയ യുണൈറ്റഡ് 1986 നവംബർ 6 ആ മാനേജറിനെ ഒഫീഷ്യലി അപ്പോയിന്റ് ചെയ്തു. ആ മാനേജറായിരുന്നു അലക്സ് ഫെർഗ്യൂസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ഈ മാനേജറിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആരാണ് ഫെർഗ്യൂസൺ ആൻഡ് എന്താണ് പുള്ളിയുടെ ഫുട്ബോളിംഗ് ഫിലോസഫി? ഈ വീഡിയോ ഇപ്പൊ കാണുന്നവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഫെർഗ്യൂസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനത്തെ ടൈപ്പ് മാനേജർ ആയിരുന്നു എന്നൊക്കെ. വെൽ, അതിനെല്ലാം വേണ്ടിയുള്ള ആൻസർ ആണ് സ്കോട്ടിഷ് ലീഗ് കപ്പ് അബർഡീനായിട്ട് ജയിച്ചുകൊണ്ട് ഫെർഗ്യൂസൺ കൊടുത്തത് ഈ ഇന്റർവ്യൂ. The luckiest team in the world. They were a disgrace of performance. Were you surprised by the way that Rangers did? Miller McLeish won a cup for Aberdeen. Miller McLeish played Rangers themselves. They were a disgrace of performance. They're okay in winning cups, doesn't matter. Their standards have been set long ago and we're not going to accept that from any Aberdeen team. തന്റെ ടീം കപ്പ് ജയിച്ചാലും പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയാൽ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു ദ അലക്സ് ഫെർഗ്യൂസൺ വേ. ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് മാച്ച് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് ആയിട്ടായിരുന്നു. ആൻഡ് ആ മാച്ച് യുണൈറ്റഡും ഫെർഗ്യൂസനും 2-0 തോറ്റു. QPR ആയിട്ടായിരുന്നു യുണൈറ്റഡിന്റെ മാനേജർ ആയി കഴിഞ്ഞിട്ട് ഫെർഗ്യൂസന്റെ ഏറ്റവും ഫസ്റ്റ് വിന്ന് വരുന്നത്. 86-87 സീസൺ യുണൈറ്റഡ് 11th ആണ് ഫിനിഷ് ചെയ്തത്. 87-88 സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യുണൈറ്റഡ് സ്റ്റീവ് ബ്രൂസിനെയും ബ്രയൻ മക്ലെയറിനെയും വിവ് ആൻഡർസനെയും സൈൻ ചെയ്തു. ആൻഡ് ഈ പ്ലേയേഴ്സ് എല്ലാം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. കഴിഞ്ഞ സീസൺ 11th ഫിനിഷ് ചെയ്ത യുണൈറ്റഡ് ഈ സീസൺ 2nd ഫിനിഷ് ചെയ്തു ടേബിളിൽ. പക്ഷെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ഒരു 9 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ആ സീസൺ ചാമ്പ്യൻസ് ആയതോ ലിവർപൂൾ. 87-88 സീസണിൽ യുണൈറ്റഡ് സെക്കൻഡ് ആയതുകൊണ്ട് പിന്നെയും യുണൈറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഭയങ്കര ആക്റ്റീവായി. ബാർസലോണയുടെ സ്ട്രൈക്കറായ മാർക്ക് ഹ്യൂഗ്സ് ആയിരുന്നു ഈ സീസണിലെ യുണൈറ്റഡിന്റെ ഏറ്റവും മെയിൻ സൈനിങ്. ഫെർഗ്യൂസന്റെ ഫസ്റ്റ് സീസൺ പോലെ ഈ സീസണും യുണൈറ്റഡ് 11th ഫിനിഷ് ചെയ്തു. ചാമ്പ്യൻസ് ആയതോ ആർസണൽ. 89-90 സീസണിന്റെ സ്റ്റാർട്ടിംഗില് പോളിൻസിനെയും ഗ്യാരി പാലിസ്റ്ററിനെയും സൈൻ ചെയ്ത യുണൈറ്റഡ് ഫസ്റ്റ് മാച്ച് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആയ ആർസണലിനെ 4-1 തോൽപ്പിച്ചു. ഈ നല്ല സ്റ്റാർട്ട് യുണൈറ്റഡിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 5-1 തോറ്റു കഴിഞ്ഞിട്ട് ഫാൻസും ഫെർഗ്യൂസന്റെ അഗേൻസ്റ്റ് ആയി. ഓൾഡ് ട്രാഫോർഡിലും മാഞ്ചസ്റ്റർ ഏരിയയിലും ആ സമയത്ത് കോമൺ ആയിട്ട് കണ്ട ഒരു ബാനറാണ് ഇത്. ആൻഡ് ഫെർഗ്യൂസനും മനസ്സിലായി യുണൈറ്റഡ് മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ സീസൺ പുള്ളിക്ക് ഒരു ട്രോഫി ജയിച്ചേ പറ്റൂന്ന്. ഫെർഗ്യൂസൺ എയിം ചെയ്ത ട്രോഫി ആയിരുന്നു FA കപ്പ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ടുള്ള സെമിഫൈനലില് യുണൈറ്റഡ് മാർക്ക് റോബിൻസിന്റെ ഗോള് കാരണം 1-0 ജയിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഈ മാച്ച് തോറ്റെങ്കിൽ ഫെർഗ്യൂസൺ സാക്ഡ് ആയതിന്. അതുകൊണ്ട് മാർക്ക് റോബിൻസ് ഫെർഗ്യൂസന്റെ ജോലി രക്ഷിച്ച പ്ലെയർ എന്നാണ് പിന്നെ അറിയപ്പെട്ടത്. സെമിഫൈനൽ കഴിഞ്ഞ് ഫൈനലില് ക്രിസ്റ്റൽ പാലസിനെ 1-0 തോൽപ്പിച്ച് യുണൈറ്റഡ് 1990-ലെ FA കപ്പ് വിന്നേഴ്സ് ആവും. 91-92 സീസണിന്റെ സ്റ്റാർട്ടിംഗില് യുണൈറ്റഡ് പീറ്റർ ഷ്മൈക്കിളിനെയും ഡിഫൻഡറായ പോൾ പാർക്കറിനെയും സൈൻ ചെയ്തു. ആ സീസണിലെ ലീഗ് കപ്പ് യുണൈറ്റഡ് ജയിച്ചെങ്കിലും ആ സീസണിലെ ടൈറ്റില് ലീഡ്സ് യുണൈറ്റഡ് ആണ് ജയിച്ചത്. അതും വെറും 4 പോയിന്റ് ഗ്യാപ്പിന്. സീസന്റെ അവസാനമായപ്പോ പ്ലെയേഴ്സിന്റെ ഇഞ്ചുറീസും ടയർഡ്നെസ് ഒക്കെ കാരണം യുണൈറ്റഡിന് വേണ്ട രീതിക്കുള്ള ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത് കാരണമാണ് ലീഡ്സ് ചാമ്പ്യൻസ് ആയത്. 92-93 സീസണിന്റെ സ്റ്റാർട്ടിംഗില് ഇംഗ്ലീഷ് ഫുട്ബോളില് വേറൊരു റെവല്യൂഷൻ സംഭവിച്ചു. പഴയ ഇംഗ്ലീഷ് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് ഒരു പുതിയ ഇംഗ്ലീഷ് ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തു, ദ പ്രീമിയർ ലീഗ്. ക്ലബ്സിനെല്ലാം അവരുടെ TV റൈറ്റ്സ് കിട്ടും. ആൻഡ് ഈ TV റൈറ്റ്സ് കാരണം കിട്ടാൻ പോണ വേറൊരു കാര്യം കൂടെ ഉണ്ട്.
92-93 സീസണിൽ പുതിയ ലീഗും എക്സ്ട്രാ ക്യാഷ് ഒക്കെ കിട്ടിയെങ്കിലും യുണൈറ്റഡിന്റെ അവസ്ഥ സെയിം തന്നെയായിരുന്നു. എന്താണ് പ്രോബ്ലം എന്ന് ഫെർഗ്യൂസന് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഗോൾസ്. യുണൈറ്റഡിന് വേണ്ട ഒരു ഗോൾ സ്കോററിനെയാണ്. ഈ ഗോൾ സ്കോററിനെ തപ്പി ഫെർഗ്യൂസൺ എത്തിയതോ കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസായ ലീഡ്സ് യുണൈറ്റഡിന്റെ അടുത്ത്. ഇതേ സമയത്ത് ലീഡ്സ് യുണൈറ്റഡ് എനിക്ക് ലീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു, ഒരു ഫ്രഞ്ച് സ്ട്രൈക്കർ. ആൻഡ് ഫെർഗ്യൂസൺ ഇത് കണ്ടപ്പോൾ £1 മില്യൺ കൊടുത്ത് ആ ഫ്രഞ്ച് സ്ട്രൈക്കറിനെ അങ്ങ് സൈൻ ചെയ്തു. പ്രീമിയർ ലീഗിന്റെ ഏറ്റവും ഫസ്റ്റ് സീസൺ ഒരു പ്രത്യേക സീസൺ ആയിരുന്നു. കാരണം യുണൈറ്റഡിന്റെ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആർസണലോ ലിവർപൂളോ ലീഡ്സോ ഒന്നും ആയിരുന്നില്ല, ആസ്റ്റൺ വില്ലയും നോർവിച്ച് സിറ്റിയും ആയിരുന്നു. കഴിഞ്ഞ സീസൺ പോലെ തന്നെ ഈ സീസണിന്റെ അവസാനമായപ്പോഴും യുണൈറ്റഡിന് ഗോൾസ് സ്കോർ ചെയ്യാൻ പാടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം യുണൈറ്റഡിന് കാന്റോണ ഉണ്ടായിരുന്നു. അവസാനത്തെ എല്ലാ മാച്ചിലും കാന്റോണ ആയിരുന്നു ഡിഫറൻസ് മേക്കർ. ആൻഡ് അങ്ങനെ 26 വർഷം കഴിഞ്ഞിട്ട് യുണൈറ്റഡ് പിന്നെയും ഇംഗ്ലീഷ് ചാമ്പ്യൻസ് ആയി. ഫെർഗ്യൂസന്റെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ. ക്യാപ്റ്റനായ ബ്രയൻ റോബ്സന്റെ ഏജ് ആയതുകൊണ്ട് 93-94 സീസണിൽ യുണൈറ്റഡ് ഒരു യങ്സ്റ്ററിനെ സൈൻ ചെയ്തു, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലെ ഒരു മിഡ്ഫീൽഡർ റോയ് കീൻ. കഴിഞ്ഞ സീസണിന്റെ സ്റ്റാർട്ടിംഗിൽ യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഈ സീസണിൽ യുണൈറ്റഡ് സ്ട്രഗിൾ എന്താണേ അറിഞ്ഞിട്ടില്ല. ഗെയിം വീക്ക് 3 തൊട്ട് സീസൺ അവസാനം വരെ യുണൈറ്റഡ് ആയിരുന്നു ടേബിൾ ടോപ്പേഴ്സ്. ഇതിനൊപ്പം തന്നെ 93-94 സീസണിൽ യുണൈറ്റഡ് FA കപ്പും ജയിച്ചു. ക്ലബിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് FA കപ്പും ലീഗ് ടൈറ്റിലും ഒരേ സീസണിൽ തന്നെ ജയിക്കുന്നത്. അലക്സ് ഫെർഗ്യൂസന്റെ രണ്ടാമത്തെ ലീഗ് ടൈറ്റിൽ. കഴിഞ്ഞ 2 സീസണും ടൈറ്റിൽ ജയിച്ച യുണൈറ്റഡിന് 94-95 സീസൺ ആയപ്പോൾ ചാലഞ്ചേഴ്സ് ആയത് ബ്ലാക്ക്ബേൺ റോവേഴ്സ് ആണ്. ബ്ലാക്ക്ബേൺ ആണെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഓണർ ഉണ്ടായിരുന്നു, ഒരു എക്സ്പെൻസീവ് സ്ക്വാഡും ഉണ്ടായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ ആ ടൈമിലെ മാൻ സിറ്റി. അങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ റേസിന്റെ ഇടയിൽ എറിക് കാന്റോണ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള ഗെയിമിൽ റെഡ് കാർഡ് കിട്ടിയ കാന്റോണ പിച്ചിൽ നടന്നു പോകുമ്പോൾ തന്നെ അബ്യൂസ് ചെയ്ത ഫാനിനെ കിക്ക് ചെയ്തു. ആൻഡ് ഇത് കഴിഞ്ഞ് കാന്റോണയ്ക്ക് ഫുട്ബോളിൽ നിന്ന് 9 മാസത്തെ സസ്പെൻഷനും. കാന്റോണയ്ക്ക് കിട്ടിയ ഈ ബാൻ കാരണം ബ്ലാക്ക്ബേൺ ഒരു അഡ്വാൻറ്റേജ് ആവും. ആൻഡ് ആ സീസണിൽ യുണൈറ്റഡിനെ 1 പോയിന്റ് ഗ്യാപ്പിന് ബീറ്റ് ചെയ്ത് ബ്ലാക്ക്ബേൺ ചാമ്പ്യൻസ് ആവും. കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ നഷ്ടപ്പെട്ടതും കൊണ്ട് ഫെർഗ്യൂസൺ യുണൈറ്റഡിനെ റീബിൽഡ് ചെയ്യാൻ തുടങ്ങും. സീനിയർ പ്ലെയേഴ്സായ മാർക്ക് ഹ്യൂഗ്സിനെയും പോളിൻസിനെയും പോൾ പാക്കറിനെയൊക്കെ സെല്ല് ചെയ്യും. ആൻഡ് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഇവരെയൊക്കെ വേൾഡ് ഫുട്ബോളില് ആ സമയത്ത് വേറെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷെ അതായിരുന്നില്ല ഫെർഗ്യൂസന്റെ ഐഡിയ. ഫെർഗ്യൂസൺ ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്തത് മാൻ യുണൈറ്റഡിന്റെ അക്കാഡമിയിലെ യങ്സ്റ്റേഴ്സിനെ വെച്ചാണ്. പോൾ സ്കോൾസ്, ഫിൽ നെവിൽ, ഗാരി നെവിൽ, ഡേവിഡ് ബെക്കം, നിക്കി ബട്ട് ആൻഡ് റയൻ ഗിഗ്സ്. 1992 FA യൂത്ത് കപ്പ് ജയിച്ച ടീമിലെ മെയിൻ മെമ്പേഴ്സ് ആയിരുന്നു ഇവരൊക്കെ. ദ ക്ലാസ് ഓഫ് 92. അടുത്ത സീസണിലെ ആസ്റ്റൺ വില്ല ആയിട്ടുള്ള ഓപ്പണിംഗ് മാച്ച് തന്നെ യുണൈറ്റഡ് 3-1 തോക്കും. ആൻഡ് ഇത് കഴിഞ്ഞ് മീഡിയ ഫെർഗ്യൂസനെ ക്രിട്ടിസൈസ് ചെയ്യും, യങ്സ്റ്റേഴ്സിനെ വെച്ച് ഒന്നും ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ യങ്സ്റ്റേഴ്സ് കളി ജയിക്കാൻ തുടങ്ങും. ആ സീസണിന്റെ ക്രിസ്മസ് ടൈം ആയപ്പോൾ ന്യൂകാസിൽ ആയിരുന്നു ടേബിൾ ടോപ്പേഴ്സ്. യുണൈറ്റഡും ന്യൂകാസിലുമായിട്ട് ഡിഫറൻസോ 12 പോയിന്റും. ആൻഡ് ഈ സമയത്താണ് സസ്പെൻഷൻ കഴിഞ്ഞ് എറിക് കാന്റോണ റിട്ടേൺ ചെയ്യുന്നത്. കാന്റോണയുടെ ഈ റിട്ടേൺ ആയിരിക്കും ഈ സീസണിലെ ടേണിംഗ് പോയിന്റ്. അങ്ങനെ യുണൈറ്റഡ് 12 പോയിന്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് ന്യൂകാസിലിനെ ബീറ്റ് ചെയ്ത് ചാമ്പ്യൻസ് ആവും. അടുത്ത സീസണിലും യുണൈറ്റഡ് തന്നെ ചാമ്പ്യൻസ് ആവും. ആൻഡ് FA കപ്പ് ഫൈനലിൽ ലിവർപൂളിനെ 1-0 ബീറ്റ് ചെയ്ത് യുണൈറ്റഡ് FA കപ്പും ജയിക്കും. ആ ഗോൾ സ്കോർ ചെയ്ത് എറിക് കാന്റോണ. ഈ മാച്ച് കണ്ട് കാന്റോണ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യും. ആൻഡ് റിട്ടയർ ചെയ്യുന്ന സമയത്തോ കാന്റോണയ്ക്ക് വെറും 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഫെർഗ്യൂസനെയും ഈ മാൻ യുണൈറ്റഡ് ടീമിനെയും തോപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ ആരെയും കൊണ്ടും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫ്രാൻസിൽ നിന്ന് ഒരു മാനേജർ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്യണത്. ആർസണൽ അവരുടെ മാനേജറായ ബ്രൂസ് റിയോക്കിനെ സാക്ക് ചെയ്ത് ഒരു ഫ്രഞ്ച് മാനേജറിനെ അപ്പോയിന്റ് ചെയ്യും. ആർസീൻ വെങ്കർ ആരാന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ആർസീൻ വെങ്കർ ഫുൾ പ്രീമിയർ ലീഗ് തന്നെ റെവല്യൂഷനൈസ് ചെയ്യും. വെങ്കർ ആർസണൽ പ്ലെയേഴ്സിനെ ഫുൾ ഡയറ്റ് മാറ്റും. ആൻഡ് ഇതും കൊണ്ട് ആർസണൽ പ്ലെയേഴ്സിന് എല്ലാവരുടെയും ഫിറ്റ്നസ് നല്ല രീതിക്ക് ഇംപ്രൂവ് ആവും. ഇതിനൊപ്പം തന്നെ വെങ്കർ സൈൻ ചെയ്ത പ്ലെയേഴ്സും പാട്രിക് വിയറ, നിക്കോളാസ് അനേൽക്ക, ഇമാനുവൽ പെറ്റീറ്റ്, മാർക്ക് ഓവർമാസ്, തിയറി ഹെൻറി, റോബർട്ട് പിറേസ്. വൈകാതെ തന്നെ ഫെർഗ്യൂസൺ മനസ്സിലാവും പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ട് തന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ചാലഞ്ചാണ് വരാൻ പോണതെന്ന്. 97-98 സീസണിൽ മാൻ യുണൈറ്റഡിനെ ഓൾഡ് ട്രാഫോർഡിൽ ആർസണൽ 1-0 ബീറ്റ് ചെയ്യും. പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾഡ് ട്രാഫോർഡിൽ ആർസണലിന്റെ ഏറ്റവും ഫസ്റ്റ് വിൻ. ഈ വിന്ന് കാരണം ആർസണൽ ടേബിളിൽ യുണൈറ്റഡിനെ ഓവർടേക്ക് ചെയ്യും. ആ സീസണിലെ ചാമ്പ്യൻസും ആവും. ഇതിനൊപ്പം തന്നെ ആർസീൻ വെങ്കർ തന്റെ ഫസ്റ്റ് ഫുൾ സീസണിൽ FA കപ്പും ജയിക്കും. ആർസണലിന് FA കപ്പും പ്രീമിയർ ലീഗും ജയിച്ച് ഡബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യുണൈറ്റഡിന് FA കപ്പും പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ജയിച്ച് ട്രിപ്പിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം.
ഇതായിരുന്നു ഫെർഗ്യൂസന്റെ മെന്റാലിറ്റി. ആൻഡ് ഇതിനു വേണ്ടി സ്ട്രൈക്കറായ ഡ്വൈറ്റ് യോർക്കിനെയും ഡിഫൻഡറായ യാബ് സ്റ്റാമിനെയും ഫെർഗി സൈൻ ചെയ്യും. FA കപ്പിൽ യുണൈറ്റഡ് ചെൽസിനെ ബീറ്റ് ചെയ്യും. അടുത്ത റൗണ്ടിൽ സോൾഷയർ ലാസ്റ്റ് മിനിറ്റ് വിന്നർ സ്കോർ ചെയ്ത് ലിവർപൂളിനെ ബീറ്റ് ചെയ്യും. ആൻഡ് സെമി ഫൈനലിൽ യുണൈറ്റഡ് ഫേസ് ചെയ്യുന്നതോ ആർസണലിനെ. ഈ സെമി ഫൈനൽ മാച്ചാണ് FA കപ്പിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാച്ച്. യുണൈറ്റഡിന് വേണ്ടി ബെക്കം ഫസ്റ്റ് സ്കോർ ചെയ്യും. ആർസണലിന് വേണ്ടി ബർക്കാംപ് ഈക്വലൈസ് ചെയ്യും. ആൻഡ് കളിയുടെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ആർസണലിന് പെനാൽറ്റി കിട്ടും. അവിടെ യുണൈറ്റഡിന്റെ ഗോൾ കീപ്പിംഗ് ലെജൻഡായ പീറ്റർ ഷ്മൈക്കിൾ ആ പെനാൽറ്റി സേവ് ചെയ്ത് യുണൈറ്റഡിന്റെ ഹീറോ ആവും. എക്സ്ട്രാ ടൈമിലേക്ക് പോയ ഈ കളിയിൽ യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻ റോയ് കീന്ന് റെഡ് കാർഡ് കിട്ടും. ആൻഡ് കളിയുടെ ഏറ്റവും എൻഡ് ആവാറായപ്പോ പാട്രിക് വിയറിന്റെ ഒരു മിസ് പാസ് ചെയ്ത് റയൻ ഗിഗ്സ് ബോൾ കളക്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് ഗിഗ്സ് ഫുൾ ആർസണൽ ടീമിനെ ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്ത് ഗോളും സ്കോർ ചെയ്യും. 2-1 യുണൈറ്റഡ്. യുണൈറ്റഡിന്റെ ട്രബിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആകെ 3 വിന്നും കൂടെ മതി. FA കപ്പ് ഫൈനലിൽ ന്യൂകാസിലിനെയും പ്രീമിയർ ലീഗിലെ ഏറ്റവും ലാസ്റ്റ് മാച്ചിൽ ടോട്ടൻഹാമിനെയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെയും. പ്രീമിയർ ലീഗിന്റെ ഏറ്റവും ലാസ്റ്റ് മാച്ചിൽ ടോട്ടൻഹാം ലീഡ് എടുക്കുമെങ്കിലും ഡേവിഡ് ബെക്കം ഈക്വലൈസ് ചെയ്യും. ആൻഡ് ആൻഡി കോൾ സെക്കൻഡ് ഹാഫിൽ വിന്നർ സ്കോർ ചെയ്യും. FA കപ്പ് ഫൈനലിലെ ന്യൂകാസിലിനെ ടെഡി ഷെറിംഗ്ഹാമിന്റെയും പോൾ സ്കോൾസിന്റെയും ഗോൾസ് കാരണം യുണൈറ്റഡ് 2-0 ബീറ്റ് ചെയ്യും. ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. ഈ ഫൈനലിൽ ബയൺ 1-0 ലീഡ് എടുത്തു. കളി 90 മിനിറ്റ്സും കഴിഞ്ഞ് 3 മിനിറ്റ് ഇഞ്ചുറി ടൈമിലെത്തി. 90+1 യുണൈറ്റഡിന് ഒരു കോർണർ കിട്ടും. ഈ കോർണറിൽ നിന്ന് ടെഡി ഷെറിംഗ്ഹാം ഈക്വലൈസ് ചെയ്യും. 1-1. ഇത് കഴിഞ്ഞ് 90+3 ആവുമ്പോൾ യുണൈറ്റഡിന് വേറൊരു കോർണർ കിട്ടും. അങ്ങനെ ബയേണിനെയും 2-1 തോൽപ്പിച്ച് യുണൈറ്റഡ് ട്രബിൾ കംപ്ലീറ്റ് ചെയ്യും. അലക്സ് ഫെർഗ്യൂസൺ, സർ അലക്സ് ഫെർഗ്യൂസൺ ആവും. 98-99 സീസൺ കഴിഞ്ഞിട്ട് അടുത്ത 2 സീസണും യുണൈറ്റഡ് തന്നെയായിരിക്കും പ്രീമിയർ ലീഗ് വിന്നേഴ്സ്. പക്ഷേ 2001-2002 സീസണിൽ ആർസണൽ അവസാനം യുണൈറ്റഡിനെ ബീറ്റ് ചെയ്ത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. തിയറി ഹെൻറിയുടെ പീക്കില് ആകെ ഒറ്റ സ്ട്രൈക്കറെ പ്രീമിയർ ലീഗിൽ തിയറി ഹെൻറിനെ ഔട്ട് സ്കോർ ചെയ്തിട്ടുള്ളൂ. റൂഡ് വാൻ നിസ്റ്റൽറോയ്. വാൻ നിസ്റ്റൽറോയുടെ ഗോൾസ് കാരണം യുണൈറ്റഡ് 2002-2003 പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. പക്ഷെ ഈ സമയത്ത് എല്ലാം അത്ര സ്മൂത്ത് ആയിരുന്നില്ല യുണൈറ്റഡിൽ. ഈ സമയത്ത് യുണൈറ്റഡിലെ ഏറ്റവും പോപ്പുലർ പ്ലെയർ ഡേവിഡ് ബെക്കോ ആയിരുന്നു. ആൻഡ് ഫെർഗ്യൂസന് ഫീൽ ചെയ്തു ഡേവിഡ് ബെക്കത്തിന്റെ ഫോക്കസ് ഫുട്ബോളിൽ നിന്ന് മാറി മറ്റ് പലതിലേക്കുമായിരുന്നു. ഇതും പറഞ്ഞ് പ്ലെയറും മാനേജറും തമ്മിൽ അടിയായി. FA കപ്പ് സെമിഫൈനലിൽ ആർസണലായിട്ടുള്ള ഡിഫീറ്റ് കഴിഞ്ഞിട്ട് ഡേവിഡ് ബെക്കം തന്റെ പ്ലെയറിനെ ട്രാക്ക് ബാക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഫെർഗ്യൂസൺ ഡ്രസ്സിംഗ് റൂമിൽ ഒന്ന് ഷൗട്ട് ചെയ്തു. ഫെർഗ്യൂസന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അവിടെ കിടന്ന ഒരു ബൂട്ട് ഫെർഗ്യൂസൺ കിക്ക് ചെയ്തു. ഈ ബൂട്ട് പോയി കൊണ്ടതോ കറക്റ്റ് ഡേവിഡ് ബെക്കത്തിന്റെ ഫേസിൽ. ഈ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി ഒന്നെങ്കിൽ ഫെർഗ്യൂസൺ അല്ലെങ്കിൽ ഡേവിഡ് ബെക്കം, ആരെങ്കിലും ഒരാൾ പോകണമെന്ന്. ആൻഡ് അവസാനം 2003 ഡേവിഡ് ബെക്കം റയൽ മാഡ്രിഡിലേക്ക് ലീവ് ചെയ്തു. ബെക്കത്തിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ട് ആദ്യം യുണൈറ്റഡ് നോക്കിയത് റൊണാൾഡീനിയോനെയാണ്. പക്ഷെ റൊണാൾഡീനിയോ ബാർസലോണയിലേക്ക് പോയി. ബെക്കത്തിനെ റീപ്ലേസ് ചെയ്യാൻ ഇനി ആരെ സൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ലിസ്ബനായിട്ട് ഒരു ഫ്രണ്ട്ലി കളിക്കാൻ പോയത്. ആൻഡ് ഈ ഫ്രണ്ട്ലി മാച്ചിൽ ഡേവിഡ് ബെക്കത്തിനെ ആര് റിപ്ലേസ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഫെർഗ്യൂസന് കിട്ടും. ബെക്കത്തിനെ റിപ്ലേസ് ചെയ്യാൻ യുണൈറ്റഡും ഫെർഗ്യൂസണും സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് സൈൻ ചെയ്ത് ഒരു 18 വയസ്സുള്ള സ്കിൽഡ് വിംഗറിനെ ആയിരുന്നു. റൊണാൾഡോ ബോൾട്ടനായിട്ടുള്ള ഫസ്റ്റ് ഗെയിമിൽ തന്നെ എല്ലാവരും ഇംപ്രസ് ചെയ്തെങ്കിലും വൈകാതെ തന്നെ റൊണാൾഡോന്റെ ഗെയിമിനെ കുറിച്ചുള്ള ക്രിറ്റിസിസംസ് വരാൻ തുടങ്ങി. കുറെ പേര് പറഞ്ഞു റൊണാൾഡോന് സ്കിൽസ് കാണിക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, അല്ലാണ്ട് പാസ് ചെയ്യാനോ ഗോള് സ്കോർ ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന്. വേറെ കുറെ പേര് പറഞ്ഞു റൊണാൾഡോന്റെ ഫിസിക്ക് വെച്ച് പ്രീമിയർ ലീഗിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. റൊണാൾഡോന്റെ ഫിസിക്കിന് പ്രോബ്ലം. 2003-2004 സീസൺ ഇംഗ്ലീഷ് ഫുട്ബോളിലെ മാത്രമല്ല വേൾഡ് ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടീംസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആ ടീമായിരുന്നു ആർസണൽ. 38 കളി 26 വിൻസ്, 12 ഡ്രോ ആൻഡ് 0 ലോസസ്. ചാമ്പ്യൻസ് ആൻഡ് ഇൻവിൻസിബിൾസ്. ഈ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 16 തന്നെ യുണൈറ്റഡ് പോർട്ടോ ആയിട്ട് തോറ്റ് എലിമിനേറ്റഡ് ആവും. ഓൾഡ് ട്രാഫോർഡിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പോർട്ടോന്റെ അപ്പോഴത്തെ മാനേജർ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ആൻഡ് ഈ മാനേജറിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് സംസാരിക്കാം. അടുത്ത സീസൺ വെങ്കറിനെയും ആർസണലിനെയും ബീറ്റ് ചെയ്യാനായിട്ട് ഫെർഗി എവർട്ടണിൽ നിന്ന് 18 വയസ്സായ ഒരു വണ്ടർ കിഡിനെ സൈൻ ചെയ്യും, വെയ്ൻ റൂണി. പക്ഷെ യുണൈറ്റഡിനും ഫെർഗ്യൂസണിനും ആർസണൽ അല്ലാണ്ട് വേറൊരു അൺഎക്സ്പെക്ടഡ് ചാലഞ്ച് വരും, റോമൻ അബ്രാമോവിച്ചും ചെൽസിയും. എത്ര ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ട്രോഫി ജയിക്കണം എന്ന എക്സ്പെക്ടേഷൻ ആയിരുന്നു റോമൻ അബ്രഹാമോവിച്ചിന്. 2004
പോർട്ടോന്റെ ചാമ്പ്യൻസ് ലീഗ് സക്സസ് കണ്ടപ്പോ ചെൽസിനെ പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ആക്കാൻ പറ്റുന്ന മാനേജർ ആരാന്ന് അബ്രാമോവിച്ചിന് മനസ്സിലായി. I think I'm a special one. ആൻഡ് മൊറീനിയോയുടെ ഫസ്റ്റ് സീസണിൽ തന്നെ ചെൽസി പ്രീമിയർ ലീഗിലെ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്തു. 50 വർഷം കഴിഞ്ഞിട്ട് ഫൈനലി ചെൽസി പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. മൊറീനിയോയുടെ സെക്കൻഡ് സീസണും കഴിഞ്ഞ സീസൺ പോലെ തന്നെയായിരുന്നു. ചെൽസിനെ ആർക്കും ചാലഞ്ച് പോലും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് പിന്നെയും ജോസെ മൊറീനിയോ ഇംഗ്ലണ്ടിലെ കിങ് ആയി. ഈ സീസണിന്റെ പകുതിക്ക് വെച്ച് ഫെർഗ്യൂസണും മാൻ യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായ റോയ് കീനുമായിട്ട് ഇഷ്യൂസ് ഉണ്ടായി. യുണൈറ്റഡ് മിഡിൽസ്ബർഗ് ആയിട്ട് 4-1 തോക്കും. ഈ മാച്ച് കഴിഞ്ഞിട്ട് തന്റെ ടീംമേറ്റ്സിന് ഒട്ടും പ്രൊഫഷണലിസം ഇല്ലെന്നും ആരും മര്യാദയ്ക്ക് കളിക്കണില്ല എന്ന് പറഞ്ഞ് റോയ് കീൻ MUTVക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. റോയ് കീൻ ഈ ഇന്റർവ്യൂവിൽ യൂസ് ചെയ്ത വേർഡ്സ് അത്രയ്ക്കും സ്ട്രോങ് ആയതുകൊണ്ട് ഇന്നേ വരെ ഈ ഇന്റർവ്യൂ പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. ഈ ഇന്റർവ്യൂവിന്റെ പേരും പറഞ്ഞാണ് ഫെർഗ്യൂസണും റോയ് കീനും ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായത്. ആൻഡ് റോയ് കീൻ 12 വർഷം കഴിഞ്ഞിട്ട് മാൻ യുണൈറ്റഡ് ലീവ് ചെയ്തു. അടുത്ത സീസൺ ആയപ്പോ ഇംഗ്ലണ്ടിലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ചെൽസി പിന്നെയും ചാമ്പ്യൻസ് ആവുമെന്നാണ്. പക്ഷെ ഫെർഗ്യൂസൺ അറിയായിരുന്നു തന്റെ ടീം ചാലഞ്ച് ചെയ്യാൻ റെഡിയായെന്ന്. താൻ ഇൻവെസ്റ്റ് ചെയ്ത 2 യങ്സ്റ്റേഴ്സ് സൂപ്പർ സ്റ്റാർസ് ആവാറായെന്ന്. റൂണിനെയും റൊണാൾഡോനെയും വെച്ചാണ് ഫെർഗ്യൂസൺ തന്റെ പുതിയ ടീം ബിൽഡ് ചെയ്തത്. സീനിയർ പ്ലേയേഴ്സായ വാനിസ്റ്റൽ റോയിനെയും റോയ്ക്കിനെയും സെല്ല് ചെയ്തിട്ട് ഫെർഗ്യൂസൺ വിഡിച്ചിനെയും എവറേനെയും വാണ്ടർസാറിനെയും വാങ്ങി. ഇനി ഈ ടീമിന് ആകെ വേണ്ടത് റോയ്ക്കിനെ റിപ്ലേസ് ചെയ്യാനുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ആൻഡ് ആ മിഡ്ഫീൽഡർ ആയിരുന്നു മൈക്കൽ കാരിക്. 2006-2007 സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യുണൈറ്റഡ് അവരുടെ ഉദ്ദേശം ഫുൾ ലീഗിനെ അറിയിച്ചു. ഫസ്റ്റ് മാച്ചിൽ തന്നെ യുണൈറ്റഡ് ഫുൾഹാമിനെ 5-1 തോൽപ്പിച്ചു. ആൻഡ് റൂണിയും റൊണാൾഡോയും സാഹയും എല്ലാവരും സ്കോറും ചെയ്തു. ഈ സീസണിൽ പിന്നെ യുണൈറ്റഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പുതിയ ജനറേഷനായ റൊണാൾഡോയുടെയും റൂണിയുടെയും ബ്രില്യൻസിന്റെ ഒപ്പം പഴയ ജനറേഷനായ ഗ്യാരി നെവിലിന്റെയും സ്കോൾസിന്റെയും ഗിഗ്സിന്റെയും എക്സ്പീരിയൻസും ഈ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ യുണൈറ്റഡ് ചെൽസിനെ ബീറ്റ് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. റൊണാൾഡോ ആ സീസൺ 23 ഗോൾസ് അടിച്ച് ടോപ്പ് സ്കോററായി. നൗ CR7 ആ സമയത്ത് ഫെർഗിയുടെ 4-4-2 ഫോർമേഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു വിങ്ങർ 23 ഗോൾസ് സ്കോർ ചെയ്യണം കണ്ടിട്ട് ഫുൾ ലീഗും മീഡിയയും ഞെട്ടിയിരുന്നു. റൊണാൾഡോയുടെ 2006-2007 സീസൺ കണ്ട് ഞെട്ടിയിരുന്ന ആൾക്കാർക്ക് റൊണാൾഡോയുടെ 2007-2008 സീസൺ കണ്ടിട്ട് പറയാൻ ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. ലീഗിൽ കളിച്ച 34 ഗെയിംസിൽ റൊണാൾഡോ 31 ഗോൾസും 7 അസിസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യും. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലോ കളിച്ച 11 ഗെയിമിൽ നിന്ന് 8 ഗോളും. കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് ചാമ്പ്യൻസ് ആയ യുണൈറ്റഡ് ഈ സീസൺ ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും ചാമ്പ്യൻസ് ആവും. ആൻഡ് ഇതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ ഇംഗ്ലണ്ടിലെ ബെസ്റ്റ് പ്ലെയറായ റൊണാൾഡോ ഈ സീസൺ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആവും. 2008-2009 സീസണിലും യുണൈറ്റഡ് തന്നെയായിരുന്നു ചാമ്പ്യൻസ്. കഴിഞ്ഞ സീസൺ ജയിച്ച ചാമ്പ്യൻസ് ലീഗ് ഡിഫെൻഡ് ചെയ്ത് യുണൈറ്റഡ് ഫൈനലിൽ വരെ എത്തി. പക്ഷെ ആ ഫൈനലിൽ പെപ്പിന്റെ ബാർസലോണ യുണൈറ്റഡിനെ ബീറ്റ് ചെയ്ത് അവരുടെ സ്വന്തമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാക്കും. ആൻഡ് ഇതായിരുന്നു റൊണാൾഡോന്റെ യുണൈറ്റഡിലെ ഏറ്റവും ലാസ്റ്റ് മാച്ച്. ഇത് കഴിഞ്ഞ് വേൾഡ് റെക്കോർഡ് ഫീന്ന് റൊണാൾഡോ റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്തു. എക്സാക്ട്ലി ഈ പോയിന്റ് തൊട്ടാണ് യുണൈറ്റഡിന്റെ ഡൗൺഫോളും തുടങ്ങിയത്. റൊണാൾഡോയുടെ സെയിലിൽ നിന്ന് യുണൈറ്റഡിന് കിട്ടിയത് 80 മില്യൺ ആണ്. ഇത് വെച്ച് യുണൈറ്റഡ് മേടിച്ച പ്ലെയേഴ്സ് ആയിരുന്നു മൈക്കൽ ഓവൻ, ഗബ്രയൽ ഓബർട്ടോൺ ആൻഡ് ആന്റോണിയോ വെലൻസിയ. റൊണാൾഡോ പോയെങ്കിലും റൂണിയും യുണൈറ്റഡിന്റെ വേറെ സീനിയർ പ്ലെയേഴ്സും കാരണം 2009-2010 സീസണിൽ ചെൽസിന്റെ അഗെയിൻസ്റ്റ് ലൂസ് ചെയ്ത ടൈറ്റില് 2010-2011 സീസണിൽ റീഗെയിൻ ചെയ്യും. ഇതിന്റെ ഒപ്പം തന്നെ ഈ സീസണിലും യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തും. ആൻഡ് അഗെയിൻ അവർ ഫേസ് ചെയ്യുന്നത് ബാർസലോണയെ. നൗ മീഡിയ ഫുള്ളും ഈ മാച്ചിനെ 2009 റിവെഞ്ച് മാച്ച് എന്ന് പറഞ്ഞ ടാഗ് ചെയ്തെങ്കിലും റിവെഞ്ചും ഉണ്ടായിരുന്നില്ല, ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായത് ദേ ഇതാണ്. രണ്ടായിരത്തി 2011-2012 സീസണിൽ ചെൽസിനെയും ആർസണലിനെയൊക്കെ യുണൈറ്റഡ് ബീറ്റ് ചെയ്തെങ്കിലും അവർക്ക് ഒരു പുതിയ ചാലഞ്ച് വരും. ഷെയ്ഖ് മൻസൂർ ഫണ്ട് ചെയ്യണ മാൻ സിറ്റി ആണെങ്കിൽ യുണൈറ്റഡിനെ ഓൾഡ് ട്രാഫോർഡിൽ 6-1 തോൽപ്പിക്കും. ആൻഡ് സീസണിന്റെ ലാസ്റ്റ് ഗെയിം ആയപ്പോ യുണൈറ്റഡും സിറ്റിയും സെയിം പോയിന്റ്സ് ആണ്. പക്ഷേ ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡിനെ 6-1 തോൽപ്പിച്ചതും കൊണ്ട് സിറ്റി ഗോൾ ഡിഫറൻസിൽ അഹെഡ് ആയിരിക്കും. ആ സീസണിലെ ലാസ്റ്റ് ഗെയിമില് യുണൈറ്റഡ് സണ്ടർലാൻഡിനെ 1-0 ബീറ്റ് ചെയ്യും. ആൻഡ് സിറ്റി അവരുടെ ഹോമില് QPR ആയിട്ട് 2-1 തോറ്റുകൊണ്ടിരിക്കുമായിരിക്കും. കളി 90 മിനിറ്റ്സ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം ആകുമ്പോൾ ചെക്കോ ഈക്വലൈസ് ചെയ്യും.
ആൻഡ് 90+2 ആയ അങ്ങനെ യുണൈറ്റഡ് പൊക്കാൻ പോയ ടൈറ്റില് അഗ്വേറോയും മാൻ സിറ്റിയും പൊക്കും. Now, അടുത്ത സീസണിലെ യുണൈറ്റഡിന്റെ പെർഫോമൻസ് സമപ്പിയാൻ ആകെ 3 വേർഡ്സ് മതി: റോബിൻ വാൻ പേഴ്സി. ആർസണലിൽ നിന്ന് യുണൈറ്റഡ് റോബിൻ വാൻ പേഴ്സിനെ സൈൻ ചെയ്തു. ആൻഡ് ഇതിനൊപ്പം തന്നെ യുണൈറ്റഡ് ആ സീസണിലെ ടൈറ്റിലും സൈൻ ചെയ്തു. ആ സീസണിൽ നവംബറിൽ നടന്ന മാഞ്ചസ്റ്റർ ഡർബിയിൽ വാൻ പേഴ്സി ലാസ്റ്റ് മിനിറ്റ് വിന്നർ സ്കോർ ചെയ്യും. ഇത് കാരണം യുണൈറ്റഡ് ടേബിളിൽ ഫസ്റ്റ് സ്പോട്ടിലെത്തും. ആൻഡ് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് സീസണിന്റെ അവസാനം വരെ യുണൈറ്റഡ് തന്നെയായിരിക്കും ഫസ്റ്റ്. മാർച്ച് ആയപ്പോൾ ഫുട്ബോൾ വേൾഡിനെ തന്നെ ഷോക്ക് ചെയ്യുന്ന ന്യൂസ് ഫെർഗി അനൗൺസ് ചെയ്യും. വർഷം 38 ട്രോഫീസും ഗ്രേറ്റസ്റ്റ് മാനേജർ ഓഫ് ഓൾ ടൈം. 2013 പ്രീമിയർ ലീഗ് അടിച്ച് യുണൈറ്റഡ് ഫെർഗിക്ക് ഒരു ഫെയർവെല്ലും കൊടുക്കും. ഈ ഡേറ്റ് വരെ യുണൈറ്റഡിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അതായിരുന്നു. അടുത്ത സീസൺ 6 വർഷത്തെ കോൺട്രാക്ട് കൊടുത്ത് അപ്പോയിന്റ് ചെയ്ത ഡേവിഡ് മോയസിനെ മാർച്ച് ആവുമ്പോഴേക്കും യുണൈറ്റഡ് സാക്ക് ചെയ്യും. ആൻഡ് യുണൈറ്റഡ് ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് 2013-14 സീസൺ കഴിയുമ്പോൾ 7th ആവും. ഡേവിഡ് മോയസിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യുണൈറ്റഡ് അടുത്തതായിട്ട് അപ്പോയിന്റ് ചെയ്ത് ലൂയി വാൻ ഹാളിനെയാണ്. ലൂയി വാൻ ഹാളിന്റെ ഫസ്റ്റ് സീസണിൽ യുണൈറ്റഡ് 4th ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലേക്ക് റിട്ടേൺ ചെയ്യും. പക്ഷെ അടുത്ത സീസൺ വാൻ ഹാൾ 5th ആണ് ഫിനിഷ് ചെയ്യണത്. ഇതിന്റെ ഒപ്പം പുള്ളി കളിക്കുന്ന ഫുട്ബോളിംഗ് സ്റ്റൈലും പിന്നെ പ്ലെയേഴ്സ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ്സും കാരണം വാൻ ഹാൾ സാക്ഡ് ആവും. ആ സീസണിലെ FA കപ്പ് ഫൈനൽ ജയിച്ചിട്ട് പോലും വാൻ ഹാളിന് തന്റെ ജോബ് സേവ് ചെയ്യാൻ പറ്റിയില്ല. അടുത്തത് ജോസെ മൊറീനിയോ. എന്റെ ഒപ്പീനിയനിൽ ഫെർഗി പോയി കഴിഞ്ഞിട്ട് യുണൈറ്റഡിന്റെ ഏറ്റവും ബെസ്റ്റ് മാനേജർ മൊറീനിയോ ആയിരുന്നു. ഫസ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗിൽ ജോസെ 6th ഫിനിഷ് ചെയ്തെങ്കിലും യൂറോപ്പ ലീഗ് ജയിച്ചുകൊണ്ട് യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടും. ജോസയുടെ സെക്കൻഡ് സീസണിൽ യുണൈറ്റഡ് 81 പോയിന്റ്സ് ആണ് ലീഗിൽ സ്കോർ ചെയ്യണത്. പക്ഷേ പെപ് ഗ്വാർഡിയോളയുടെ സിറ്റി ആ സീസൺ പ്രീമിയർ ലീഗിലെ എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്യും. 100 പോയിന്റ്സ് സ്കോർ ചെയ്ത് സെഞ്ചുറിയൻസ് ആവും. പെപ്പിന്റെ സിറ്റിനെ ചാലഞ്ച് ചെയ്യാൻ അടുത്ത സീസൺ തനിക്ക് 5 പ്ലെയേഴ്സിനെ വേണമെന്ന് ജോസെ പറഞ്ഞു. യുണൈറ്റഡിന്റെ ബോർഡ് മൊറീനിയോന് കൊടുത്തതോ ഫ്രെഡിനെ 18 വയസ്സുള്ള ഇഞ്ചോർഡായ ഡിയേഗോ ഡാലോട്ടിനെയും. നവംബർ ആയപ്പോഴേക്കും പ്ലെയേഴ്സ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ്സും ലീഗിലെ പുവർ പെർഫോമൻസും കാരണം മൊറീനിയോ സാക്ഡ് ആവും. മൊറീനിയോനെ റിപ്ലേസ് ചെയ്യണതോ യുണൈറ്റഡിന്റെ പണ്ടത്തെ ഹീറോ ആയ ഓലെ ഗണ്ണർ സോൾഷെയർ. സോൾഷെയറിന്റെ അടിയിൽ യുണൈറ്റഡ് PSG ആയിട്ടുള്ള ആ മെമ്മറബിൾ കംബാക്ക് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് അങ്ങനെ ടെമ്പററി മാനേജറിൽ നിന്ന് സോൾഷെയർ യുണൈറ്റഡിന്റെ പെർമനന്റ് മാനേജർ ആവും. പെർമനന്റ് മാനേജർ ആയിട്ട് തന്റെ ഫസ്റ്റ് സീസണിൽ ഓളി 3rd ഫിനിഷ് ചെയ്യും. ആൻഡ് സെക്കൻഡ് സീസണിൽ 2nd. പക്ഷെ 3rd സീസണായപ്പോ എല്ലാം പോയി. ഈ സീസണിന്റെ സ്റ്റാർട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ലീഡ്സിനെ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ 5-1 ബീറ്റ് ചെയ്യും. ആൻഡ് 3rd ഗെയിം വീക്ക് ആയപ്പോ യുണൈറ്റഡ് അവരുടെ പുതിയ സൈനിങ്ങിനെ അനൗൺസ് ചെയ്യും, CR7. 12 വർഷം കഴിഞ്ഞിട്ട് റൊണാൾഡോ കംസ് ഹോം. ആൻഡ് നെക്സ്റ്റ് മാച്ചിൽ ന്യൂകാസിലെ യുണൈറ്റഡ് 4-1 ബീറ്റും ചെയ്യും. റൊണാൾഡോ 2 ഗോൾസ് സ്കോറും ചെയ്യും. ഈ മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ബിലീവ് ചെയ്തു യുണൈറ്റഡ് ഈ സീസൺ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവുമെന്ന്. പക്ഷെ ഡിസംബർ ആയപ്പോഴേക്കും സോൾഷെയർ സാക്ഡ് ആയി. ആൻഡ് റാൽഫ് റാഗ്നിക്ക് ഇന്റർ മാനേജറായിട്ട് വന്നു. യുണൈറ്റഡ് ഫിനിഷ് ചെയ്തതോ 6th. അടുത്തത് എറിക് ടെൻഹാഗ്. ടെൻഹാഗിന്റെ ഫസ്റ്റ് സീസണിൽ പുള്ളിയും റൊണാൾഡോയുമായിട്ട് അടിയായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ ഈ ഐക്കോണിക് ഇന്റർവ്യൂ കൊടുത്ത് ക്ലബ്ബ് ലീവ് ചെയ്തു. ഈ സീസൺ യുണൈറ്റഡ് 3rd ഫിനിഷ് ചെയ്തു. ആൻഡ് ഇതിനൊപ്പം തന്നെ ടെൻഹാഗ് ലീഗ് കപ്പ് ജയിച്ച് യുണൈറ്റഡിന്റെ 5 വർഷത്തെ ട്രോഫി ഡ്രൗട്ട് എൻഡ് ചെയ്യും. പക്ഷേ ആ ലീഗ് കപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് എക്സാക്ട്ലി 2 വീക്ക് കഴിയുമ്പോൾ ഇത് സംഭവിക്കും. ടെൻഹാഗിന്റെ സെക്കൻഡ് സീസൺ ഒരു ഹൊറർ ഷോ ആയിരുന്നു. ഈ സീസൺ യുണൈറ്റഡ് 8th ആണ് ഫിനിഷ് ചെയ്തത്. പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ട് യുണൈറ്റഡിന്റെ ഏറ്റവും ലോവസ്റ്റ് ഫിനിഷ്. പക്ഷെ എങ്ങനെയോ ആ സീസണിന്റെ അവസാനം യുണൈറ്റഡ് മാൻ സിറ്റിനെ ബീറ്റ് ചെയ്ത് FA കപ്പ് വിന്നേഴ്സ് ആവും. 2024-25 സീസണിൽ ഒക്ടോബർ ആകുമ്പോൾ മാൻ യുണൈറ്റഡിന്റെ ബോർഡ് എറിക് ടെൻഹാഗിനെ സാക്ക് ചെയ്യും. ടെൻഹാഗിനെ റിപ്ലേസ് ചെയ്യണത് റൂബൻ അമോറിം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റൂബൻ അമോറിം ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കറന്റ് മാനേജർ. അപ്പോ ദാറ്റ്സ് ഇറ്റ്. 1878 തൊട്ട്
2025 വരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇന്റയർ ഹിസ്റ്ററി. ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ ഫ്യൂച്ചറിൽ കാണുവാണെങ്കിൽ അമോറിം യുണൈറ്റഡിനെ വെച്ച ടൈറ്റിൽ ജയിച്ചോ അതോ പുള്ളിയും സാക്ഡ് ആയോ? കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ഓൾസോ സബ്സ്ക്രൈബ്.